ലിറ്റിൽ കൈറ്റ്സ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഒന്നോ അതിലധികമോ വെബ് പേജുകൾ ചേർന്നതിനെ എന്ത് വിളിക്കുന്നു? ഉത്തരം വെബ്സൈറ്റ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങൾ. ഉത്തരം മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ ഷീറ്റ്സ്, ലിബ്രെ ഓഫീസ് കാൽക്, സോഹോ ഷീറ്റ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട OS എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചയാൾ. ഉത്തരം ഡഗ്ലസ് എംഗൽബോട്ട്. പരപ്പളവും ചുറ്റളവും പഠിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഏരിയ ബിൽഡർ. ഇൻ്റർനെറ്റിൽ ഉള്ളടക്കം ക്രമീകരിക്കുന്ന പേജുകളെ എന്ത് വിളിക്കുന്നു? ഉത്തരം വെബ് പേജ്. ഗണിത ചിത്രങ്ങൾ, ഗ്രാഫുകൾ, സമവാക്യങ്ങൾ എന്നിവ വരയ്ക്കുന്നതിനും പഠിക്കുന്നതിനും സഹായിക്കുന്ന ഏറ്റവും മികച്ചതും ജനപ്രിയവുമായ സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ജിയോജിബ്ര. ലോകത്തെവിടെയുമുള്ള രാജ്യങ്ങളും സംസ്ഥാനങ്ങളും 3D രൂപത്തിൽ കാണുവാനും അവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുവാനും ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഗൂഗിൾ എർത്ത്. ഇന്ത്യയുടെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശകുന്തള ദേവി. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന മഹാകമ്പ്യൂട്ടർ ശൃംഖലയെയും അവ നൽകുന്ന വിവിധയിന സൗകര്യങ്ങളെയും പൊതുവായി വിളിക്കുന്ന പേര്? ഉത്തരം ഇൻ്റർനെറ്റ്. സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ഭൂപടങ്ങളും പഠിക്കുന്നതിനായി ഏറ്റവും അനുയോജ്യമായ സ്വതന്ത്ര സോഫ്റ്റ്വെയർ? ഉത്തരം ജിയോഗ്രഫി. വിവര വിശകലനം നടത്തുന്നതിന് സഹായിക്കുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ലിബ്രെ ഓഫീസ് കാൽക്. കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വച്ചിട്ടുള്ള വെബ് പേജുകൾ കാണുന്നതിനായി ഉപഭോക്താവിൻ്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ? ഉത്തരം ബ്രൗസർ. വെബ്സൈറ്റുകൾ ശേഖരിക്കുന്ന ഇൻ്റർനെറ്റ് ബന്ധിപ്പിച്ച കൂടുതൽ പ്രവർത്തനശേഷിയുള്ള കമ്പ്യൂട്ടറുകളാണ് ഡാഷ്? ഉത്തരം വെബ് സർവറുകൾ. ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ? ഉത്തരം ഒഡാസിറ്റി. ഇൻ്റർനെറ്റിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് നോക്കിയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എവിടെയാണ് കോപ്പിറൈറ്റ് നോക്കുന്നത്? ഉത്തരം യൂസേജ് റൈറ്റ്സ്, ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ. ഒരു ലൊക്കേഷൻ്റെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതും മാപ്പുകളിൽ പ്രദർശിപ്പിക്കുന്നതുമായ സാങ്കേതിക വിദ്യ? ഉത്തരം വെബ് മാപ്പിംഗ്. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി സെർച്ച് ബോക്സുകളിൽ കൊടുക്കുന്ന വാക്കുകളെ നാം എന്ത് വിളിക്കുന്നു? ഉത്തരം കീവേഡ്സ്. വിവരങ്ങളുടെ വലിയൊരു ലോകം ഇൻ്റർനെറ്റിലുണ്ട്. ഈ സാങ്കല്പിക ലോകത്തെ പറയുന്ന പേര്? ഉത്തരം സൈബർ ലോകം. ഇൻ്റർനെറ്റിൻ്റെയും സാറ്റലൈറ്റ് സാങ്കേതികവിദ്യയുടെയും സഹായത്തോടെ ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ മാപ്പുകൾ തയ്യാറാക്കുന്ന സംവിധാനത്തിന് വിളിക്കുന്ന പേര്? ഉത്തരം GIS, ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം.
ഭിന്നസംഖ്യ പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ജെ ഫ്രാക്ഷൻ ലാബ്. OCRൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡിംഗ്. ലിബേറെ ഓഫീസ് റൈറ്ററിൽ തെറ്റിപ്പോയ അക്ഷരത്തിന് മുന്നിലാണ് കർസറെങ്കിൽ കീബോർഡിലെ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത്? ഉത്തരം ഡിലീറ്റ് കീ. സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണങ്ങൾ. ഉത്തരം ബിങ്, യാഹൂ, ഗൂഗിൾ, ഡക്ഡക്ഗോ. താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നം തിരിച്ചറിയുക. ഉത്തരം ബ്ലൂടൂത്ത്. ലിബേറെ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ. ഉത്തരം F5. ഗൂഗിൾ, യാഹൂ, ബിങ് എന്നിവയുടെ പൊതുവായ പേര്. ഉത്തരം സെർച്ച് എഞ്ചിനുകൾ. ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കുവാൻ സാധിക്കുന്നത്? ഉത്തരം ലിബേറെ ഓഫീസ് റൈറ്റർ. പേസ്റ്റ് ചെയ്യുന്നതിനുള്ള കുറുക്കുവഴി കീ ഏതാണ്? ഉത്തരം Ctrl+V. ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ ഓരോന്നായി എങ്ങനെ പ്രദർശിപ്പിക്കാം? ഉത്തരം സ്ലൈഡ് ഷോ, ദെൻ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ്. ISRO വികസിപ്പിച്ചിട്ടുള്ള ജോഗ്രഫിക്കൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം ബുവാൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നെഴുതുക. ഉത്തരം ഒരു വെബ് ബ്രൗസറാണ്. ഗൂഗിൾ ക്രോമിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തെറ്റിപ്പോയ അക്ഷരത്തിന് പിന്നിലാണ് കർസറെങ്കിൽ കീബോർഡിൽ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത്? ഉത്തരം ബാക്ക്സ്പേസ്. താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിൻ്റെ ഉപയോഗം കണ്ടെത്തുക. ഉത്തരം ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം കണ്ടുപിടിക്കുക. ഉത്തരം ഗൂഗിളിൻ്റെ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണ്? ഉത്തരം ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, സഫാരി ആൻഡ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ശബ്ദരൂപത്തിലുള്ള ഡാറ്റയെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ. ഉത്തരം സ്പീച്ച് ടു ടെക്സ്റ്റ് ഓർ ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ. ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ഓൺലൈനായി പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഗൂഗിൾ എർത്ത്, ഗൂഗിൾ മാപ്പ് ആൻഡ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്. ഭൂമിയിലെ ഏത് സ്ഥലത്തിൻ്റെയും സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുവാൻ സഹായിക്കുന്ന സംവിധാനത്തിൻ്റെ പേര്? ഉത്തരം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU. ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ഉത്തരം Ctrl+D. കീബോർഡിൽ എത്ര ഡിലീറ്റ് കീകളുണ്ട്? ഉത്തരം 2. GPS-ൻ്റെ പൂർണ്ണ രൂപം? ഉത്തരം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം.
കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനുള്ള അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലിറ്റിൽ കിഡ്സ് എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂട്ടുകാർ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.